ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ഈശോയുടെ മരണമുറപ്പിക്കാൻ പടയാളികൾ അവിടുത്തെ വിലാവ് കുത്തി തുറന്നപ്പോൾ രൂപപ്പെട്ടത് മാത്രമായിരുന്നില്ല ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവ്. അത് മനുഷ്യ മക്കളോടുള്ള നമ്മളോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമായിരുന്നു. അവസാനത്തുള്ളി രക്തവും ജലവും നമ്മുടെ രക്ഷയ്ക്കായി ഒഴുക്കിക്കൊണ്ടുള്ള അവിടുത്തെ നിലയ്ക്കാത്ത സ്നേഹപ്രകടനം. തനിക്കായി ഒന്നും മാറ്റിവെക്കാതെ എല്ലാം തന്നിട്ടാണ് അവിടുന്ന് പോയത്. ആ ചങ്കിനകത്ത് മുഴുവൻ സ്നേഹമായിരുന്നു. ഏത് പാപിയെയും ഏത് സ്ഥലത്തും ഏത് അവസ്ഥയിലും ഉൾക്കൊള്ളുവാൻ വിശാലമാണ് ആ തിരുഹൃദയം. ഈശോയുടെ ഹൃദയത്തെ പിളർന്ന ആ മുറിവ് അവിടുത്തെ ഹൃദയത്തിലേക്ക് നമ്മെ നയിക്കുന്ന വാതിലാണ്. അത് നമുക്ക് ഓരോരുത്തർക്കുമായി മലർക്കെ തുറന്നു കിടക്കുന്നു. അതിനാൽ നമ്മുടെ പാപങ്ങളോ ബലഹീനതകളോ അയോഗ്യതകളോ ഒന്നും പരിഗണിക്കാതെ, ലജ്ജയോ മനഃശാഞ്ചല്യമോ കൂടാതെ നമുക്ക് അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് ഓടിയണയാം. നീ പാപിയാണോ? അവിടെ പാപമോചനമുണ്ട്. നീ ബലഹീനനാണോ? അവിടെ ശക്തിയുണ്ട്. നീ ദുഃഖിതനാണോ? അവിടെ ആശ്വാസമുണ്ട്. നീ സ്നേഹത്തിനായി ദാഹിക്കുന്നുണ്ടോ? അവിടെ ശമനമുണ്ട്. നമ്മുടെ ഹൃദയത്തിനായി ദാഹിക്കുന്ന, നമ്മെ ഇത്രയധികം സ്നേഹിക്കുന്ന ഈ അനന്ത സ്നേഹത്തിന് നാം പ്രതിസ്നേഹം കാണിക്കേണ്ടതും അവിടുത്തെ സ്നേഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈശോയുടെ തിരുഹൃദയത്തെ മനസ്സിൽ ധ്യാനിച്ച് നമുക്കും പറയാം, ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു.